വലിയവനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം ദൈവനാമ മഹത്വത്തിനായി നൽകി തന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനോടും കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഉള്ള എൻ്റെ നന്ദി. ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രക്ഷയാം ദൈവം, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം എന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരെ പ്രൈസ് ദി ലോർഡ് രാജ്യത്തിന്റെ അവകാശികളായിട്ടുള്ളവരെ ദൈവം കൂട്ടിച്ചേർത്ത് കൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സാക്ഷ്യം പറയാം. ദൈവം നമ്മെ രക്ഷിക്കും. കാലകാലങ്ങളിൽ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വന്ന ദൈവമക്കളെ എല്ലാം ഓർത്ത് ഒന്നുകൂടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം പറയുമ്പോൾ യഹോവയായ ദൈവം നിലത്തെ പൊടിയുകൊണ്ട മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം കൂടി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് അവന് തുണയായിട്ട് പ്രൈസ് ദി ലോർഡ് മനുഷ്യന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ദൈവം. എന്നാൽ കൗശലക്കാരനായ പിശാച് മനുഷ്യനെ വഞ്ചിച്ച് അവനെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം അവന്റെ കൗശല പ്രയോഗങ്ങൾ നടത്തുന്നതായിട്ട് നമുക്കെല്ലാം അറിയാം. അതായത് ഉൽപ്പത്തി 3:1 പറയുന്നത് യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അതുകൊണ്ട് അവൻ ഈ ആദമിനെയും അവയെയും വഞ്ചിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. ദൈവമായിട്ട് അവര് അകൽക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തോട് അവര് പ്രൈസ് ദി ലോർഡ് അവരുടെ റെബല്ലിയസ്നെസ് കാരണം അവർ ദൈവത്തിൽ നിന്ന് അകലുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് 16-ാം വാക്യത്തിൽ എല്ലാം അറിയാവുന്ന വാക്യമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവമക്കളായിരിക്കുന്ന ജനം നമ്മൾ ഓരോരുത്തരും ദൈവമായ ഈ അനുഗ്രഹ പദവിയിലേക്ക്, രക്ഷയുടെ ഭാഗ്യ പദവിയിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തവരെ ഈ നല്ല സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോസ്തല പ്രവൃത്തി 17:30 നമ്മൾ വായിക്കുന്നു. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യരോട് കൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ വചനം നാം വാരി വിതറുകയാണ്. അപ്പോൾ മറ്റുള്ളവര് രക്ഷയിലേക്ക് കടന്നു വരണം. അത് നമ്മുടെ സന്തോഷമായിരിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു ആത്മാവിന്റെ വില ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. അതുകൊണ്ട് നാം മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച്, ഈ രക്ഷയെക്കുറിച്ച് പറയുന്നതിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത് എന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഏത് ദൈവഹിതപ്രകാരം നാം എല്ലാം ജീവിക്കുക എന്നുള്ളത്. ആമേൻ. അതായത് മത്തായി 3-ൽ നമ്മൾ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, വരുവാൻ ഉള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഓടിപ്പോകുവിനെന്ന് യോഹന്നാൻ സ്നാപകന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയില്ല, ജനറലി പറയുന്ന ഒരു കാര്യമാണ്. അനേകരുടെ ഹൃദയങ്ങൾ പ്രൈഡ് കൊണ്ട് നിറയപ്പെട്ട ഹൃദയമാണ്. കാരണം ഞാനും എൻ്റെ യൗവനകാലത്ത് അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ നികള സ്വഭാവങ്ങളെല്ലാം വിട്ടകന്ന് നാം ദൈവത്തെ താഴ്മയോടെ സ്വീകരിക്കണം. ഈ രക്ഷയുടെ വാതിൽ അടയുന്നതിന് മുമ്പ് അനേകര് ഈ രക്ഷയുടെ വാതിലിൽ കൂടെ കടന്ന് അതായത് നിത്യത പ്രാപിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരോട് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്. മത്തായി 11:11 നമ്മൾ വായിക്കുന്നത്, ഞാനോ കുറയണം നീയോ വളരണം
പ്രൈസലോ. കർത്താവിന്റെ നാമം നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉയർത്തപ്പെടണമെങ്കിൽ യോഹന്നാൻ 12:24 നമ്മൾ വായിക്കുന്ന പോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കുന്നു. പ്രൈസലോ. ചാകുന്നുവെങ്കിലോ അത് വളരെ ഫലം കൊടുക്കുന്നു. പ്രൈസലോ. നമ്മള് ദൈവമക്കളെ നാം ചാകുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നാം ഒന്നുമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. കാരണം ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന 2:20 വായിക്കുന്നത് ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. പ്രൈസലോ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. പ്രൈസലോ. നമ്മുടെ ജീവിതത്തിൽ നാം ചാകണം. ദൈവത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ, ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ മരിച്ച ഒരനുഭവത്തിലേക്ക് ആയിത്തീരണം. അതായത് ഉത്തരത്തിൽ ഇരിക്കുന്നത് വേണം താനും കശത്തിയിരിക്കുകയും ചെയ്യരുത് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ദൈവഹിത പ്രകാരം പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കഴിയത്തില്ല. പ്രൈസലോ. യോഹന്നാൻ 5:24 നമ്മൾ വായിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പോ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നു ഉണ്ട് എങ്കിൽ ഇനി രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് അവരോട് ഇടപെടുകയാണ്. രക്ഷയുടെ വാതിൽ ഇന്ന് കൃപയാൽ ദൈവം തുറന്നിട്ടിരിക്കുക. കൃപായുടെ കാലമാണ്. എന്നാൽ ഈ കൃപായുടെ കാലം നമ്മൾ അത് അടയുന്നതിന് മുമ്പേ നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് താഴ്മയോടെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. അതാണ് ദൈവം എല്ലാ മനുഷ്യരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. എപ്പോഴും ലേഖനം 2 നമ്മൾ വായിക്കുമ്പോൾ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. അപ്പം ഈ ദാനമായി ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ രക്ഷയെ പ്രൈസലോ നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നാം ഈ ദൈവത്തെ നമ്മൾ നമ്മുടെ രക്ഷിതാവായിട്ട് കർത്താവിന്റെ കർത്തൃത്വത്തെ നാം അംഗീകരിക്കുന്നവരായി തീരണം. അതായത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു 7:10 രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. പ്രൈസലോ. അത് രക്ഷ. പ്രൈസലോ. ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമുക്ക് ഒക്കെ ഭാഗ്യം ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പം നമ്മുടെ രക്ഷയ്ക്ക് പ്രവൃത്തികളൊന്നും കാരണമല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ളത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ ഓർത്ത് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ഉള്ള ഒരു അഭ്യർത്ഥനയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രൈസലോ. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, 81-ാം അധ്യായത്തിൽ വായിക്കുന്നു, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. എന്നാൽ ദാനിയേലിന്റെ പുസ്തകം 9:13 നമ്മൾ വായിക്കുന്നത്, എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടുതിരിഞ്ഞ് നിന്റെ സത്യത്തിൽ ബുദ്ധി പഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ കൃപയ്ക്കായി യാചിച്ചില്ല എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. ഇന്നും അതുപോലെയുള്ള അനേകര് ഇന്ന് ഉണ്ട്. പ്രൈസലോ. അതിന് 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞങ്ങളോ അവന്റെ വചനം കേട്ട് അനുസരിച്ചില്ല. പ്രൈസലോ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ദാസന്മാരിൽ കൂടെ കേൾക്കുന്ന ശബ്ദം ഹല്ലേലൂയ വളരെ താഴ്മയോടെ അനുസരിച്ച് സ്വീകരിച്ച് ഈ രക്ഷയുടെ ഭാഗ്യപദവിയിലേക്ക് കടന്നു വരുവാൻ നമ്മെ എല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. സ്തോത്രം. പ്രൈസലോ. ഞാൻ ഒരു സാമുദായിക ചർച്ചില് വളർന്ന് പഠിച്ച് വന്ന ഒരു വ്യക്തിയാണ്. എന്റെ കുട്ടിക്കാലത്ത് ചെറുപ്പകാലത്ത് പ്രൈസലോ അതായത് അവരുടെ ആട്ടങ്ങൾ അനുസരിച്ച് ഒക്കെ വളർന്നവരാ. ഏറിയ പങ്കു എന്നെ കേൾക്കുന്നവരും അങ്ങനെയുള്ളവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഭവനത്തില് പുസ്തകത്തിൽ നോക്കി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അന്ന് സന്ധ്യയ്ക്ക് ആഹാരം പോലും തരികയില്ലായിരുന്നു. അങ്ങനെ ഉള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നതെങ്കിലും പ്രൈസലോ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എൻ്റെ ജീവിതത്തിൽ ഒട്ടും തന്നെ ഇല്ലായിരുന്നു എന്നെനിക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും. അതോടൊപ്പം തന്നെ എനിക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം,
പ്രൈസലോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ആ കാലങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്നു. ദൈവം ആരെന്നോ, ദൈവത്തിന്റെ വചനം ആരെന്നോ, ദൈവത്തെ എങ്ങനെയാണ് അറിയുന്നതെന്നോ ഒന്നും എനിക്ക് അറിവില്ലാത്ത കാലത്ത് പ്രൈസലോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും കൂടാതെ എനിക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും. ദൈവം എന്നെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു. പ്രൈസലോ എന്റെ പിതാവ് എന്റെ ചെറുപ്പത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാൻ തക്കവണ്ണം കഴിഞ്ഞു, ഇടയായി തീർന്നു. പ്രൈസലോ ഞാനാണ് ആ ഭവനത്തിലെ 8 പേരില് ഏറ്റവും ഇളയവൻ. പ്രൈസലോ ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ എന്റെ യൗവനകാലത്ത് എന്ന് പറഞ്ഞാൽ 10, 14, 15 വയസ്സുള്ള സമയത്ത് ഒരു വ്യക്തി എന്റെ അടുത്ത് വന്നിട്ട് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് എന്നോട് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ഞാൻ എനിക്ക് വളരെ അരിശം ആ വ്യക്തിയോട് ഉണ്ടായി. ആ വ്യക്തി എന്നോട് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള ആ ഇടി വെച്ച് ഒരു ഇടി ഇരിക്കണമെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നി. എന്നാൽ ഞാനത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായില്ല. എന്നാൽ ഈ കഴിഞ്ഞ ലാസ്റ്റ് ടൈമിൽ ഞാൻ പോയപ്പോൾ ആ വ്യക്തിയെ എനിക്ക് കാണുവാനും ആ വ്യക്തിയോട് ഈ വിഷയം പറഞ്ഞ് ക്ഷമ ചോദിക്കുവാനും ദൈവം എനിക്ക് ഇട നൽകി. പ്രൈസലോ അതായത് ഈ പറഞ്ഞ വ്യക്തി ആൻഡമാനിലായിരുന്നു വർഷങ്ങൾ. ഇന്നൊരു പാഷാണ്, പുള്ളിയുടെ വൈഫ് ഒരു ഡോക്ടറാണ്. പ്രൈസലോ എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ സാരം പ്രൈസലോ പ്രൈഡ് ഇൻ അവർ ഹാർട്ട്. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവമക്കളെ ഇന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ താഴുക. പ്രൈസലോ ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠന്റെ വീട്ടില് ഒരു ടീച്ചർ, കൊറിയന്നൂർക്കാരനൊരു ടീച്ചർ താമസിച്ചു കൊണ്ടിരുന്നു. ആ വ്യക്തിയുമായിട്ട് എനിക്ക് ബന്ധപ്പെടുവാൻ ഇടപെടുവാൻ ഇടയായി തീർന്നു. ആ വ്യക്തി ഞാനും ഒരുമിച്ച് ഞങ്ങളുടെ വസ്തുവിലുള്ള ഒരു പാറയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അക്രൈസ്തവനായ വ്യക്തി എൻ്റെ വീട്ടില് വല്ലപ്പോഴും വരും. ആ വ്യക്തിയും ഒരുമിച്ച് ആ വ്യക്തി കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ശേഷം സുവിശേഷത്തെ കുറിച്ചുള്ള വലിയ ഒരു വ്യക്തത ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് രാത്രി സമയങ്ങളിൽ 11:30, 12 മണി ആകുന്ന ഞങ്ങളുടെ വസ്തുവിലുള്ള വലിയ ഉയർന്ന ഒരു പാറയുടെ മണ്ടയിൽ കയറിയിരുന്ന ആ വ്യക്തി സുവിശേഷം പറയും. ഞാനും അതിന് കൂട്ട് ആയിട്ട് ഉണ്ടായിരുന്നു. പ്രൈസലോ അങ്ങനെ കുറച്ചു നാള് അങ്ങനെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. പ്രൈസലോ അപ്പോൾ എനിക്കെന്റെ ജീവിതത്തിൽ ദൈവത്തെ ഒന്ന് അടുത്തടുത്ത് ചെല്ലുവാൻ, ദൈവത്തോട് അടുത്തടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഇടയാക്കി എന്നുള്ളത് എനിക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പ്രൈസലോ അങ്ങനെ ഞാൻ കുറച്ചു നാൾ ജീവിച്ചു. മറ്റുള്ള ചിലരോടൊക്കെ, എൻ്റെ കൂട്ടുകാരോടൊക്കെ കർത്താവിനെ കുറിച്ച് അല്പമായിട്ട് പറയുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെ എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ ബോംബെക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വടക്കേ ഇന്ത്യയിൽ ജോലി സംബന്ധമായിട്ട് ജോലിയോടുള്ള ബന്ധത്തിൽ പോയി. അങ്ങനെ അവിടെ ചെന്നു. ഞാൻ സാന്താക്രൂസിലെ എയർപോർട്ടിന് തൊട്ടടുത്താണ്, സിവിൽ ഏവിയേഷൻ കോട്ടേജിലാണ് ഞാൻ താമസിച്ചു കൊണ്ടിരുന്നത്. ഞങ്ങൾ 7 പേര് ബാച്ചിലേഴ്സ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവര് ഒക്കെ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നുകൊണ്ട് ഞാൻ വളരെ അകൽന്ന ഒരു മനോഭാവം അതിൽ നിന്ന് സൂക്ഷിച്ചു. എന്നാൽ അതുപോലെ തന്നെ അവരെല്ലാം എന്നോട് വലിയ സ്നേഹമായിരുന്നു എന്നുള്ളത് ഇന്നും എനിക്ക് ഓർക്കുമ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. പ്രൈസലോ എന്നാൽ ഞാൻ നോക്കുന്നു പ്രൈസലോ അവിടെ എനിക്ക് സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ജോലി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസം എൻ്റെ റൂമില് പ്രൈസലോ അവര് എല്ലാവരും നല്ലതുപോലെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ വെള്ളമടിച്ച് പൂസായി. പ്രൈസലോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പുറത്ത്, വീടിന്റെ റൂമിന്റെ പുറത്ത് വന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. പ്രൈസലോ അങ്ങനെ ഇരിക്കുമ്പോൾ ആ റൂമിലുള്ള വേറൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിരുന്ന് ഛർദ്ദിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. കൈ വായിലിട്ടിട്ട് പ്രൈസലോ വളരെ വിമിഷ്ടം കാണിക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പ്രൈസലോ ഞാനും അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു.
എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവിടെ എന്നോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതായത് ഞാൻ അടുത്തുള്ള ഒരു ഭവനത്തിൽ കടന്നു പോകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്തെന്നുള്ളത് വേണ്ടതുപോലെ എനിക്ക് അറിവില്ലെങ്കിലും എനിക്ക് മനസ്സിലായി എന്തോ ഒരു ആത്മാവിന്റെ ശക്തി എന്നെ പ്രേരിപ്പിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കുവാനും ഞാൻ അവിടെ ആ വീട്ടിൽ രാത്രി സമയത്ത് ഏകദേശം 11:30-12 മണി ആയപ്പോൾ ഞാൻ അവിടെ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ലോർഡ്. ഞാൻ അങ്ങനെ പോയിട്ടേ ഇല്ല. എന്നാൽ അന്ന് പോകേണ്ടതായിട്ട് വന്നു. അതുമല്ല, ആ എയർക്രാഫ്റ്റ് ഇൻസ്പെക്ടർ, ആ വീടിന്റെ താമസിക്കുന്ന എയർക്രാഫ്റ്റ് ഇൻസ്പെക്ടർ, പുള്ളി ഞാനുമായിട്ട് വളരെ സ്നേഹമാണ്. എങ്കിൽ തന്നെയും ആ വ്യക്തി 8 മണി 9 മണി ആകുമ്പോഴത്തേക്ക് ക്ലോസ്, അതായത് ഉറങ്ങുവാനായിട്ട് പോകുന്ന പതിവാണ്. പ്രൈസ് ലോർഡ്. എന്നാൽ അന്ന് 11:30 മണിക്ക് ഞാൻ വീട്ടിൽ ചെല്ലണമെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചപ്പോൾ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സംശയം തോന്നി. അത് എന്തുകൊണ്ടാണ്? എനിവേ ഞാൻ അവിടെ പോകുവാൻ തക്കവണ്ണം ഇടയായി. ആ വീട്ടിൽ കണ്ട അനുഭവം എന്നെ ദൈവത്തോട് ഒന്നുകൂടെ അടുപ്പിച്ചു. എനിക്ക് സന്തോഷം തരുന്ന ഒന്നായിരുന്നു. ആ വീടിന്റെ വരാന്തയിൽ ഇരുന്ന ആ വ്യക്തി എന്നോട് പറഞ്ഞു, എന്നെയാണ് ഉപ്പാപ്പൻ എന്നാണ് ആ വ്യക്തി വിളിക്കുന്നത്. പുള്ളി എന്നോട് പറഞ്ഞു, ഉപ്പാപ്പന് പറ്റിയ ഒരാള് ഈ വീട്ടിലുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ അകത്ത് ചെന്നപ്പോൾ ഞാൻ ആ വ്യക്തിയെ കാണുവാൻ തക്കവണ്ണം ഇടയായി. യൗവനക്കാരനായ ഒരു വ്യക്തി ഒരു ബൈബിളും ഒക്കെ പഠിച്ച് അവിടെ നിൽക്കുന്നു. അവരോട് സുവിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ തമ്മിൽ കണ്ടു. ഞങ്ങൾ പരസ്പരം കാണുവാനും ഞങ്ങൾ ഭവനത്തിൽ നിന്നിറങ്ങി ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുവാനും ഇടപെടുവാനും ഇടയായിത്തീർന്നു. ആ വ്യക്തിയുടെ പേര് പറയുന്നതിനെ പറ്റില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. തോമസ് എന്നാണ് പേര്. പുള്ളി ബോംബെയിലെ ആറ്റമിക് എനർജിയിലെ ഒരു സയന്റിഫിക് ഓഫീസർ ആയിരുന്നു. അന്താക്കോസിലെ മസോപ്പള്ളിയിലെ അച്ഛന് വികാരി ഇല്ലാത്ത സമയത്ത് വികാരിയായിട്ട് ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു അന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു CSI ചർച്ചിലെ ഒരു മെമ്പറാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ആണ് ഞങ്ങൾ തമ്മിൽ കാണുവാൻ ഇടയായത്. ഞങ്ങൾ പരസ്പരം വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അനേക മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. വെളുപ്പായപ്പോൾ ട്രെയിന് കയറ്റി പുള്ളിയെ വിടേണ്ടതിന് ഞാൻ ആ വ്യക്തിയും കൂടെ നടന്ന് വില്ലാപ്പാർല, ബോംബെയിലുള്ള വില്ലാപ്പാർല എന്ന സ്ഥലത്ത് ട്രെയിൻ 5 മണിക്കാണ് ട്രെയിൻ വരുന്നത് മോർണിംഗിൽ. അങ്ങനെ ട്രെയിനിൽ കയറ്റി വിട്ടു. അങ്ങനെ ആദ്യമായിട്ട് ആ വ്യക്തിയുമായിട്ട് എനിക്ക് ആത്മീയമായ ബന്ധം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ കൂടെ ഞാൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ വ്യക്തിയുടെ വീട്ടിൽ നടക്കുന്ന ഭവനത്തിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് വരുവായിരുന്നു. അങ്ങനെ അവിടെ പോകുന്ന ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അതെന്റെ ജീവിതത്തിലേക്ക് രൂപാന്തരം ഉണ്ടാക്കുവാൻ ഇടയായ ഒന്നാണ്. അതായത് എൻ്റെ ജ്യേഷ്ഠന്റെ മകന് സിംഗപ്പൂരിൽ അവന് പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടു തന്ന ഒരു നല്ല സൺഗ്ലാസ് ഉണ്ടായിരുന്നു. അതുപോലെ ഷർട്ട് ഒക്കെ അന്ന് കൊണ്ടുവന്ന് വളരെ ആൾക്കാരുടെ ഇടയിൽ വലിയ അഭിപ്രായമുള്ള കാര്യമാണ് ഇതൊക്കെ. അന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഈ സൺഗ്ലാസും വെച്ചിട്ട് പോകുവാൻ തക്കവണ്ണം മതിയായി. മുംബൈയിലുള്ള ബോംബെ പരിചയമുള്ളവർക്ക് അറിയാം. മാട്ടുങ്ങായിലെ ട്രെയിനിൽ ഇറങ്ങി അവിടെ ഹല്ലേലൂയ അവിടെ കുറുക്ക് പെട്ടെന്ന് കയറിയാൽ ഈ തോമസ് എന്ന് പറയുന്ന ആളിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുവാൻ തക്കവണ്ണം കഴിയും. അത് റെയിൽവേ ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ക്രോസ് ചെയ്ത് ചെന്നാൽ എളുപ്പം നമുക്കല്ല. അപ്പോൾ മറ്റേ മെയിനായിട്ട് ഉള്ള റൈറ്റ് ലൈനിൽ കൂടെ മുകളിൽ കൂടെ കയറിയൊക്കെ ഇറങ്ങി വരുമ്പോൾ 5-6 മിനിറ്റ് എടുക്കും. അതുകൊണ്ട് ഞാനും മറ്റുള്ളവരെ പോലെ അവിടെ ക്രോസ് ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. അങ്ങനെ ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു എന്റെ തല കണ്ണ് പിടിക്കുകയും ആ സൺഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോകുവാൻ തക്കവണ്ണം. എന്നാൽ എനിക്ക് സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ആ ഗ്ലാസ് കിട്ടിയെങ്കിലും എന്റെ കണ്ണിന് യാതൊന്നും സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. ദൈവം എന്നെ അനുഗ്രഹകരമായി കാത്തു സൂക്ഷിച്ചു. അത് ഓർക്കുമ്പോൾ ഞാൻ ഇന്നും എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അത് വലിയ ഭയങ്കര ഇടിയായിരുന്നു. അതായത് ഒരു സ്റ്റീൽ പ്ലേറ്റാണ്. കാരണം അതിന്റെ കീഴിൽ കൂടാണ് ആൾക്കാർ അങ്ങോട്ട് ഞെരുങ്ങി ആ റോഡിലോട്ട് കയറുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വീണ്ടും താഴ്മയിലേക്ക് വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതുപോലെ തന്നെ ഞാൻ അവിടെ ഈ സെൻട്രൽ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ ട്രെയിനിങ്ങിന് വിട്ടു. പിന്നെ നാസിക്കില് ഒരു സ്ഥലത്ത് 6 മാസത്തെ ട്രെയിനിങ്ങിന് പോകുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ത്യയിൽ നിന്ന് 10-50 പേര് അവര് സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് കൂടുവാൻ തക്കവണ്ണം ഇടയായി. അത് ഗാന്ധിജിക്ക് ബിർള കൊടുത്ത 10-200 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ബിർളയുടെ വലിയ പിന്നെ ഫാക്ടറികളൊക്കെ നടന്ന വലിയ സ്ഥലമാണ്. അപ്പോൾ അവ ഞങ്ങൾ ചെന്നിട്ട് താമസിക്കുവാൻ തക്കവണ്ണം അതിനുശേഷം പിന്നെ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിനൊക്കെ പങ്കുകൊള്ളേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ അവിടെ ചെന്നു. ഉറങ്ങുവാനുള്ള സൗകര്യാദികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെ ഫസ്റ്റ് ഡേയിൽ ഉണ്ടായ ഒരു സംഭവത്തെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഉറങ്ങാൻ എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങി ഒരു 5 മിനിറ്റ് ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് ഈ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്ന ഡോറിന് ഒരു ഭയങ്കര ഇടി കേൾക്കുവാൻ തക്കവണ്ണം വഴിയായി. എന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഭയങ്കരമായ ഇടി. ആന വന്ന് പിടിച്ചാൽ പോലും അതുപോലുള്ള ശബ്ദം ഉണ്ടാകത്തില്ല. ആൾക്കാരെല്ലാം ഭയന്നു. പെട്ടെന്ന് ലൈറ്റൊക്കെ ചിലരൊക്കെ ഇട്ടു, ചിലരെല്ലാം പുതച്ചും മൂടി കിടന്നു. അങ്ങനെയൊക്കെ കിടക്കുന്ന സമയത്ത് ആ ഇടി അങ്ങ് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്തു, പിന്നെ കടന്നു. അതിനുശേഷം പിന്നെയും ഈ ഇടി ഉണ്ടായി. ആ സമയത്ത് ഞാൻ ആദമളക്കാരൻ ആയിട്ടുള്ള ഒരു ശാമുവേൽ എന്ന് പറയും, ആ വ്യക്തിയുടെ ഞങ്ങൾ അടുത്തടുത്താണ് കിടക്കുന്നത്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ ക്രിസ്ത്യാനികളായിട്ട്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ഹിന്ദുക്കളാണ്. എന്നാൽ ദൈവമക്കളെ ഈ ഇടിയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഭയന്ന് കിടക്കുക. എന്നാൽ എനിക്കും ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാരന് അടുത്ത് കിടക്കുന്ന മനുഷ്യനും വ്യക്തിക്കും യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും ഞങ്ങൾ ഇതെന്താണെന്നൊന്ന് അറിയാം എന്ന് വിചാരിച്ച് ഈ ശബ്ദം വളരെ ശ്രദ്ധിച്ചു. അത് ഭയങ്കരമായ ശബ്ദം. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഏതായാലും അല്പസമയം ഞങ്ങൾ കണ്ണു തുറന്നുകൊണ്ട് ഇരുന്നു. അങ്ങനെ കണ്ണു തുറന്ന് കിടക്കുന്ന സമയത്ത് ഒരു രൂപം ഞങ്ങൾ കിടക്കുന്ന അപ്പുറത്തുള്ള ഇതിൽ കൂടെ ഉള്ള സ്ഥലത്തൂടെ കടന്നു വരിക. അത് എനിക്ക് നല്ലതുപോലെ കാണുവാൻ കഴിയും. എൻ്റെ കൂട്ടുകാരനും അത് കാണുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ആ രൂപം അല്പം കൂടെ കഴിഞ്ഞ് അല്പം കൂടെ നടന്ന് അത് അടുത്തുള്ള ഒരു കിച്ചണിലേക്ക് അങ്ങ് പോയി. അതായത് അവിടെ അതിന് തൊട്ടടുത്ത് ഒരു കിച്ചൺ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഈ സംഭവം ഞങ്ങളുടെ പിറ്റേ ദിവസം ഞങ്ങളുടെ ട്രെയിനിങ് ചെയ്യുന്ന ടീച്ചേഴ്സിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇത് പതിവായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ 2 പേര് ഈ കിച്ചണിൽ തൂങ്ങി ചത്തു. അതുകൊണ്ട് അവരുടെ പ്രേതം എന്നുള്ള ബന്ധത്തിൽ എന്തോ സംഭവിക്കുന്നതാണ്, നടക്കുന്ന ഒരു കാര്യമാണ്. അത് പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, പേടിക്കണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ദൈവത്തെ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടില്ല. ശാലിനെ രൂപം ഞാൻ കാണുവാൻ തക്കവണ്ണം എനിക്ക് ഇടയായി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയുന്നത്, അന്ന് അവിടെ താമസിക്കുമ്പോൾ ഞാൻ 1000 പടി കയറി ചെന്നാൽ അവിടെ ഒരു നദിയുടെ ഉത്സവം കാണുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് ഞാനും ഈ ശാമുവേലും കൂടെ നദിയുടെ ഉത്സവം കാണണമെന്ന് തീരുമാനിച്ച് ഞാൻ ഒരു ദിവസം ഞങ്ങൾ 2 പേരും കൂടെ പോയി. അതിന് ആദ്യമേ ഒരു അമ്പലത്തിൽ കയറി കാലും കയ്യും എല്ലാം കഴുകി അവിടെ പൂജ കഴിച്ചിട്ട് വേണം ഈ നദി പോകുവാൻ. അങ്ങനെ പോയെങ്കിൽ മാത്രമേ കാണുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഏതായിരുന്നാലും ഞങ്ങൾ തീരുമാനിച്ചു ഈ അമ്പലത്തിൽ കയറാതെ ഞങ്ങൾ അതിന്റെ ഒഴിഞ്ഞ കോണിൽ കൂടെ ഞങ്ങൾ വിട്ട് ഈ പടി 1ാമത്തെ പടിയിൽ ചെന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോയി 1000 പടി കയറണം. അപ്പോൾ ഇതിന്റെ ഇടയ്ക്കൊക്കെ സന്യാസിമാർ ഗുഹകളിൽ ഇരുന്ന് വലിയ ശബ്ദം പുറപ്പെടുവിക്കും. അപ്പോൾ
സാധാരണ മനുഷ്യരൊക്കെ ഭയന്നു പോകും. അതുപോലെയുള്ള ശബ്ദം അവർ പുറപ്പെടുവിക്കും ഗുഹയ്ക്കകത്ത് ഇരുന്നുകൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഈ 1000 പടി എന്നുള്ള ആ സ്ഥലത്ത് ഏകദേശം അടുക്കാറായപ്പോൾ അവിടെ പഞ്ചാബി ഒരു സ്ത്രീ വന്ന് അവിടെ ഈ ഒരു പടിയേൽ ഇരിക്കുക. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അവർ വളരെ വിഷമത്തിലാണ്. അതായത് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് ഒന്നും അറിയത്തില്ല. അവർ 7 മാസത്തോളം അവർ പ്രഗ്നന്റ്. അതായത് ഈ പുണ്യസ്ഥലം കണ്ട് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് വന്നതാണ്. പക്ഷെ മുകളിലോട്ടും പോകത്തില്ല, താഴോട്ടും പോകാത്ത ഒരു അനുഭവത്തിൽ അവരങ്ങനെ ഇരിക്കുക. എനിവേ ഞങ്ങൾ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ഉണ്ട് സന്യാസി പ്രാർത്ഥിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചു വിട്ടെങ്കിലേ നദി കാണത്തുള്ളൂ. ഞാനും ശമുവേലും കൂടെ ഞാൻ തീരുമാനിച്ചു, ഇല്ല, ഞങ്ങൾ ഇവരുടെ അടുത്ത് പോകാതെ തന്നെ അവർക്ക് കാശൊന്നും കൊടുക്കാതെ നദി പോയി കാണാമോ നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ പോയി. ഞങ്ങൾ നദി കണ്ടു. മറ്റുള്ളവരും അതുപോലെ കണ്ടുള്ളൂ. ഒരു പ്രത്യേകത ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഞങ്ങൾ മടങ്ങി വരുമ്പോഴും ഈ സ്ത്രീ ആ പടിയിൽ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആർക്കും അവരെ എടുത്തുകൊണ്ട് താഴോട്ട് പോകാൻ പറ്റത്തില്ല, മുകളിലോട്ടും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞത് പുണ്യസ്ഥലം കാണുവാൻ വന്ന ആ സ്ത്രീയെ. എന്നാൽ ഞങ്ങള് പോരുകയും ചെയ്തു, മടങ്ങി വന്നു. അപ്പോൾ ദൈവത്തിന്റെ ഓരോരോ പ്രവർത്തികൾ കാണുവാനും അറിയുവാനും ദൈവം എനിക്ക് ഇട നൽകി. ആ കാലങ്ങളിൽ ഞാനൊരു സാമുദായിക ബന്ധത്തിൽ തന്നെയാണ് അന്നും ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള വചനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല. അങ്ങനെ അവിടെ ഒരു സിയോസായി പള്ളി ഉണ്ടായിരുന്നു. അതിനടുത്ത് അവിടെ പോകാൻ ചെറിയ പള്ളിയ, അധികം പേരൊന്നും ഇല്ല. എന്നാൽ അവിടെ ചെന്നപ്പോൾ ഒരു മിലിറ്ററി സോൾജിയറിനെ കാണുവാൻ തക്കവണ്ണം അവിടെയായി. ആ വ്യക്തിയുടെ 2 കാലും മിലിറ്ററിയിലായിരിക്കുമ്പോൾ പോയി. അങ്ങനെ ആ വ്യക്തി വീൽ ചെയറിലാണ് അവിടെ വന്നിരിക്കുന്നത്. ഒരാള് അവിടെ കൊണ്ടുവന്നതാണ് ആ വ്യക്തിയെ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ വ്യക്തി എന്നോട് പറയുകയുണ്ടായി, എന്റെ കാല് പോയത് നിമിത്തം എന്റെ ദൈവത്തെ എനിക്ക് അറിയുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ചു. അന്ന് മുതൽ ഞാൻ പുസ്തകങ്ങളും ബുക്കുകളൊക്കെ എഴുതാറുണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ബോട്ടം ലൈനിൽ വന്നാൽ മാത്രമേ കർത്താവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്ത് നാം രക്ഷിക്കപ്പെടണം. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം നിത്യതയ്ക്ക് ഉള്ളവരാണ്. നിത്യതയിൽ നമ്മളെല്ലാവരും ദൈവത്തോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഞാൻ ഒരിക്കല് ബോംബെയിൽ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞങ്ങള് ഫ്ലാറ്റ് ഡിസ്ട്രിബ്യൂഷന് പോവുക പതിവായിരുന്നു. അങ്ങനെ ഫ്ലാറ്റ് ഡിസ്ട്രിബ്യൂഷന് പോകുന്ന സമയത്ത് കുർളായിൽ ഉള്ള സ്ഥലത്ത് ഒരു മുസ്ലിം വന്നിട്ട് എന്നെയല്ല, ഞാൻ വേറൊരു സ്ഥലത്ത് ട്രാക്സ് കൊടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു ആത്മീയ സഹോദരനെ എന്നെ ഭയപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ ആ വ്യക്തി ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് ഇത് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഈ വ്യക്തിയെ കാണുകയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വ്യക്തിയെ ഞാൻ കണ്ടേയില്ല. ആ വ്യക്തി ഭയന്നു പോയോ എങ്ങനെയോ അവിടുന്ന് സ്ഥലം വിടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവമക്കളെ, ഞാൻ എൻ്റെ വൈഭവം കാണിക്കുവാൻ പറഞ്ഞല്ല, ദൈവം പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് എന്നുള്ളത് മാത്രം. ദൈവമക്കളെ, വേറൊരു സംഭവം ഞാൻ പറയുവാൻ തക്കവണ്ണം ഇടയാകുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ജോലി വിട്ട് ഞാൻ അവിടെ ബോംബെയിലുള്ള ഫിനിക്സ് മില്ലില് ഞാൻ ജോലിക്ക് കയറി. അവിടെ അങ്ങനെ 2 വർഷത്തോളം ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഒരു കാര്യം അവിടെ നടന്നു. അതായത് പൂജയ്ക്ക് വെച്ചത് കൊണ്ടുവന്ന് എന്നും സന്ധ്യ ആകുമ്പോൾ ആ ഫ്ലോറിലുള്ളവര് എല്ലാം ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ആർ ഹിന്ദുസ്. അവര് പൂജ കൊണ്ട് തരും. അത് ഞാൻ ഭക്ഷിക്കുമായിരുന്നു. അതുപോലെ എൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു യാക്കോബക്കാരൻ ഒരു ഓഫീസറുണ്ട്, പുള്ളിക്കാരനും ഇത് ഭക്ഷിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ഞാൻ ട്രെയിനിലിരിക്കുമ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ എനിക്ക് ഇത് കേൾക്കുവാൻ ഇങ്ങനെ, അതായത് പൂജയ്ക്ക് വെച്ചത് കഴിക്കരുത്, വിഗ്രഹങ്ങൾക്ക് വെച്ചത് ബാക്കി കഴിക്കരുത് എന്ന്
ഞാൻ ദൈവവചനത്തിൽ നിന്ന് വായിക്കുവാൻ തക്കവണ്ണമിടയായി. അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ഇനിയും ഈ വിഗ്രഹത്തിന് വെച്ചത് ഞാൻ കഴിക്കത്തില്ല, കാരണം ഇത് ദൈവമല്ല, ഇത് വെറും പടത്തിന്റെ മുമ്പിൽ നിങ്ങൾ വെച്ചിട്ട് കാലത്തെ മുതൽ വെച്ച് വൈകുന്നേരത്ത് കൊണ്ട് തന്നാൽ എനിക്കിത് കഴിക്കുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവര് പ്രൈസലോ അല്പം രൂക്ഷമായി എന്നെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ കമ്പനിയിലുള്ള ഡയറക്ടേഴ്സിനോടെല്ലാം സുവിശേഷം പറയണമെന്ന് വലിയ ആകാംക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അതെങ്ങനെ സാധിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ആ സമയത്ത് എന്നെ പിരിച്ചു വിടുവണമെന്ന് അവർ തീരുമാനിച്ചു. പ്രസാദത്തിൽ എന്നെ വിളിച്ചു പറഞ്ഞു, "Sam, I like you very much. I never seen a person like you, but your officer is saying that നിങ്ങൾ ജോലിയിൽ നിന്ന് നിങ്ങളെ പിരിച്ചു വിടണമെന്ന്, കാരണം ഈ പൂജയ്ക്ക് വെച്ചത് കഴിച്ചില്ലെന്ന്." ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, "Give me 3 days, ഞാൻ അതിനുള്ളിൽ നിങ്ങളോട് പറയാമെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു." 3 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്നു. ഞാൻ പേഴ്സണൽ ഓഫീസറെ കാണണമെന്ന് പറഞ്ഞു. പക്ഷേ പേഴ്സണൽ ഓഫീസർ വളരെ ബിസിയാണെന്ന് ഗാർഡ് പറഞ്ഞു, അതുകൊണ്ട് കാണാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ ഗാർഡിനോട് പറഞ്ഞു, "ഗോ ആൻഡ് ടെൽ ദാറ്റ്," പോയി പറയുക, ഞാൻ പിന്നെ എനിക്ക് പുള്ളിയെ കാണണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗാർഡ് പോയിട്ട് പറഞ്ഞു. പുള്ളി സമ്മതിച്ചു. ഞാൻ കയറി ചെല്ലുമ്പോൾ അവിടെ വലിയ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, തുടങ്ങാൻ പോവുക. അതായത് ഒരു വലിയ സമ്മേളനം പോലെ ഒരുപാട് പേരുണ്ട്, കമ്പനിയുടെ ഡയറക്ടേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, എനിക്കൊരു അല്പസമയം സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവർ അനുവാദമൊന്നും തന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ ഈ ബോംബെ വന്നത് പിന്നെ ഈ ഫിനിഷിംഗിൽ കണ്ടോണ്ടല്ല, ഞാൻ സെൻട്രൽ ഗവൺമെന്റ് ജോലി ചെയ്ത് 7 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്ത് എടുത്തതാണ്. പക്ഷേ നിങ്ങൾ ഈ വിഗ്രഹത്തിന് വെച്ചത് കഴിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് യോഗ്യമല്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഇവിടെയായി. എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു, എന്റെ ദൈവം ജീവിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ വിഗ്രഹങ്ങളെ, കല്ലിനെ മണ്ണിനെ ഒന്നും ആരാധിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ജീവിക്കുന്ന ഒരു ദൈവത്തെ ആണ് ഞാൻ ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ആ ദൈവം എന്നെ സ്നേഹിക്കുന്ന ഒരു എനിക്ക് എങ്ങനെ ഞാൻ അവരോടെല്ലാം ഇത് പറഞ്ഞു എന്ന് തന്നെ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇതെല്ലാം അവരോട് പറയുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോന്നു. അന്നത്തെ ദിവസത്തെ ജോലി കഴിഞ്ഞ് ഞാൻ പിന്നെ പേഴ്സണൽ ഓഫീസറോട് പറഞ്ഞു, അതായത് എനിക്ക് 3 ദിവസം തരണം, ഞാൻ മറുപടി പറയാം. എന്നിട്ട് പിന്നെ 3 മാസത്തെ എനിക്ക് ശമ്പളം തരണം, വിത്തൗട്ട് ഫ്രീ, അതായത് ജോലി ചെയ്യാതെ. അതുപോലെ എനിക്കുള്ള ബെനിഫിറ്റ് എല്ലാം തന്നാൽ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. ജോലി ട്രൈ ചെയ്യാം, കിട്ടിയാൽ പോകും, കിട്ടിയില്ല പോകത്തില്ലെന്ന്. ചുരുക്കി പറഞ്ഞ അന്ന് ഞാൻ മടങ്ങി പോകുമ്പോൾ ബാന്ദ്രയിൽ ട്രെയിനിലിരിക്കുമ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചു, ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നിന്റെ മേശ ഒരുക്കി തരുന്ന ഒരു നല്ല ദൈവം ഉണ്ടെന്നുള്ള ആ ഭാഗം വായിക്കുവാൻ തക്കവണ്ണം ഇടയായി. അന്ന് ഞാൻ താമസിക്കുന്ന റൂമിൽ ചെല്ലുമ്പോൾ അവിടെ 4 വർഷം മുമ്പ് എയർ ഇന്ത്യയിൽ പോയി ഇന്റർവ്യൂ ചെയ്ത ആ ഇന്റർവ്യൂവിന് അനുസരിച്ച് തന്നെ അവിടെ പോസ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ ലെറ്റർ വന്നു. അത് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്ന് ഞാൻ അധികം സന്തോഷിച്ചു. കാരണം ദൈവം നമുക്ക് വേണ്ടി എല്ലാം കരുതുന്ന ഒരു ദൈവം. ചുരുക്കി പറഞ്ഞാല് ഞാൻ പിറ്റേ ദിവസം ചെന്ന് പേഴ്സണൽ ഓഫീസറോട് പറഞ്ഞു, എനിക്ക് ബെനിഫിറ്റ് എല്ലാം തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു നല്ല എമൗണ്ട് എനിക്ക് അവിടുന്ന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് ഞാൻ വന്ന് 10-24 ദിവസം ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തു. പിന്നെ ഞാൻ എയർ ഇന്ത്യയിൽ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം അന്ന് എന്നെ ജോലിയിൽ പിരിച്ചുവിടുമ്പോൾ സന്തോഷിക്കുന്ന ഒരു പട്ടണമുണ്ട്. ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവം പിന്നെ 10% ഉള്ളൂ, അതുകൊണ്ട് ജോലിക്ക് ട്രൈ ചെയ്തില്ലേ, ജോലിയില്ലാതെ പോകും, ജോലിയില്ലാതെ എങ്ങനെ ബോംബെ താമസിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ ദൈവം 100% എന്റെ ദൈവമാണ് എനിക്കുള്ളത്. നിങ്ങളുടെ ദൈവം 10% ഉള്ളായിരിക്കും എന്ന് പറഞ്ഞു. ആ വ്യക്തി ഏകദേശം 3 മാസം കഴിയുന്നതിന് മുമ്പ് ലോകം വിട്ടുപോയി. ഞാൻ പോയത് കൊണ്ട് പറയുകയല്ല, ദൈവങ്ങളെ ഹല്ലേലൂയ, നമ്മുടെ ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ, അങ്ങനെ ദൈവം നമുക്ക് എല്ലാ സ്ഥാനത്തും വലിയ ദൈവമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ്.
ഈ ദൈവത്തെ നമ്മൾ അങ്ങ് ഹൃദയംഗമായിട്ട് കണ്ണടച്ചങ്ങ് വിശ്വസിച്ചുകൊണ്ട മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ റൂമിൽ നിന്ന്, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന റൂമിൽ നിന്ന് ഞാൻ മാറുവാൻ എന്നെ ദൈവം പ്രേരിപ്പിച്ചു, ദൈവത്തിന്റെ ആത്മാവ്. അങ്ങനെ ഞാൻ എല്ലാവരോടും ഒരു ദിവസം പറയാതെ തന്നെ, കാരണം എനിക്ക് വളരെ എൻ്റെ ജ്യേഷ്ഠന്റെ മകനും എൻ്റെ റൂംമേറ്റ് ആണ്. അങ്ങനെ എനിക്ക് ആ റൂമുമായിട്ടുള്ള ബന്ധത്തിൽ പോകുവാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഒരു ബസ് എടുത്ത് രാത്രിയാകുമ്പോൾ ഞാൻ പോയി ഒരു ബസ് സ്റ്റോപ്പില്, മിലിറ്ററി ക്യാമ്പിന്റെ അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ 8 മണി ഏകദേശം ആയി. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. ബെഡും ഒക്കെ ഉണ്ട് കയ്യില്. ഞാനവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. 8 മണി കഴിയാറായി. എങ്ങോട്ടാ പോകേണ്ടത്, വെറുതെ താമസിക്കേണ്ടത് ഒന്നും അറിയത്തില്ല. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ എന്റെ പരിചയമുള്ള ഒരു വ്യക്തി വന്ന് എന്റെ സ്കോളർഷിപ്പ് സർട്ടിഫിക്കറ്റ് ചോദിച്ചു എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊരു താമസ സൗകര്യം വേണം, അതിന് വേണ്ടി ഞാനിവിടെ വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ വ്യക്തി പറഞ്ഞു എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയി. ആ വ്യക്തി താമസിക്കുന്ന ഭവനത്തിൽ ഞാൻ വളരെ 1.5-2 വർഷത്തോളം അവിടെ താമസിക്കുവാൻ ഇടയായി. അവിടെ ഞങ്ങൾക്ക് ഒരു വലിയ ആരാധന ദൈവം നൽകി തന്നു. ആ ആരാധന വലിയൊരു പ്രവർത്തന മണ്ഡലമായിട്ട് തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അനേകര് വന്ന് രക്ഷിക്കപ്പെടുവാനും ദൈവകൃപയിലേക്ക് വരുവാനും തക്കവണ്ണം ദൈവം ഇടയാക്കി. അതൊക്കെ വലിയ വലിയ സംഭവങ്ങളും വിഷയങ്ങളും ഒക്കെയാണ്. പക്ഷേ അവിടെ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ച 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഒരു ദിവസം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്റെ കഴുത്തേൽ ഒരു മാലയുണ്ട്, എന്റെ കയ്യിൽ ഒരു മോതിരമുണ്ട്, നല്ലൊരു മുസ്റ്റാഷ് മീശയുണ്ട്. ഇതെല്ലാം ആയിട്ടൊക്കെ ഞാൻ കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അതായത് ഈ മാലയും മോതിരവും ഒക്കെ ഉരുകുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പം എനിക്കതൊരു വല്ലാത്ത പ്രയാസം പോലെ തോന്നി. ഞാൻ ഈ മാലയും മോതിരം ഊരി പെട്ടിക്കകത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതൊക്കെ സ്വപ്നമല്ലയോ, ചുമ്മാതെ എന്താ. പിന്നെ ഞാനത് എടുത്തിട്ട് പോകാൻ തക്കവണ്ണം ഇടയായിക്കൊള്ളു. പക്ഷേ ഞാൻ പിറ്റേ ദിവസം പോലെ ഓർമ്മ സമയത്ത് അതുപോലെ സ്വപ്നം കാണുവാൻ തക്കവണ്ണം ഇടയായിക്കൊള്ളു. അതൊരു അതിശയമായി എൻ്റെ ജീവിതത്തിൽ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എൻ്റെ ആ മോതിരവും മാലയും ഒക്കെ അന്ന് എന്ത് ചെയ്തു, വീണ്ടും ഊരി പെട്ടിക്കകത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് രാത്രിയിൽ പിന്നെയും ഉറങ്ങുവാൻ പോയി. ഉറങ്ങിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ അതിനു മുമ്പ് എന്ത് ചെയ്തു, പിന്നെയും ഈ മോതിരം മാലയും എടുത്ത് എൻ്റെ കയ്യിൽ ഇട്ടു. അപ്പോഴും ഈ സെയിം സ്വപ്നം തന്നെ എനിക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി. പലർക്കും ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ ചിലപ്പോൾ സാധിക്കില്ലെങ്കിലും എനിക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയും. ചുരുക്കി പറഞ്ഞാൽ ദൈവമക്കളെ, ആ സ്വപ്നം വളരെ ഭയാനകമായ ഒന്നായിരുന്നു. എന്നെ വളരെ ഭീതിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. അതായത് ആദ്യമേ കണ്ടതുപോലെ രണ്ടാമത് കണ്ടതുപോലെ അല്ല. ചുരുക്കം പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റു, അത് ഊരി പെട്ടിക്കകത്ത് വെച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ മീശ എല്ലാം ഞാൻ എടുത്തു കളഞ്ഞു. ഞാൻ വേറൊരു വ്യക്തിയായി തീർന്നു. തന്നെയുമല്ല, ഈ മാലയും മോതിരവും എനിക്ക് വളരെ കൂട്ടായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു മത്തായി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ പുള്ളിയുടെ വീട്ടിൽ കൊണ്ട് ഞാൻ അതങ്ങ് കൊടുത്തു. നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാനത് കൊടുക്കുവാൻ തക്കവണ്ണോടെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ദൈവമക്കളെ, അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ പ്രവർത്തിച്ച കാരണം എന്നെ ഈ ആത്മീയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കും. ഒരുക്കുന്ന ഒരനുഭവം, ദൈവത്തോട് ബന്ധത്തില് എന്നെ ഒരുക്കുന്ന ഒരനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അങ്ങനെ അവിടെ ഞങ്ങള് വളരെയധികം സമയം പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകി തന്ന ഒരു ചിന്ത, ഞാൻ സ്നാനപ്പെടണം. എന്നോട് ആരും സ്നാനപ്പെടുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ ആരും എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടതായിട്ട് ഇന്ന് വരെ ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും എനിക്ക് സ്നാനപ്പെടണമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ
സ്നാനപ്പെടുന്നത് എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. അവിടെ എൻ്റെ കൂടെ ഉള്ള ഓമസ് ബ്രദർ, പുള്ളിക്കാരനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആറ്റോമെക്കാനിക് ജോലിയിലെ ഒരു സയന്റിഫിക് ഓഫീസറാണ്. ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസാണ്. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, അതായത് സ്നാനപ്പെടുവാൻ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്നൊന്ന് തിരക്കാമോ എന്ന് ചോദിച്ചു. അവൻ പുള്ളി പറഞ്ഞു ഇവിടെങ്ങും സ്ഥലമൊന്നുമില്ലെന്ന്. പുള്ളി മൊത്തമപ്പള്ളിയിലെ ഒരു വിചാരിയാണ്, വളരെ അതിപ്രധാന ഒരു വ്യക്തിയാണ്. അവര് പറഞ്ഞു അങ്ങനെ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വില്ലാപ്പാല ഒരു സ്ഥലമുണ്ട്, CPM-കാരുടെ സ്ഥലമാണ്, അവിടെ ചെന്നാൽ സ്നാനപ്പെടുവാൻ തക്കവണ്ണം കഴിയുമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ അവിടെ ഞാൻ പറഞ്ഞു അങ്ങനെ അതിനൊരു അപ്പോയിന്റ്മെന്റ് എടുക്കണം, എനിക്ക് സ്നാനപ്പെടണം, അതിനുവേണ്ടി പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യക്തി ഞാൻ അവരോട് പറഞ്ഞു, അവർ സ്നാനപ്പെടുത്താമെന്ന് എഗ്രി ചെയ്തു. അങ്ങനെ സ്നാനത്തിന്റെ ദിവസം വന്നപ്പോൾ, അതായത് അവിടെയുള്ള ജുഹു ബീച്ചിൽ കടലിലാണ് സ്നാനപ്പെടുവാനായിട്ട് അവർ എന്നെ കൊണ്ടുപോയത്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 10-12 പേര് ഒരുമിച്ച് ഞങ്ങൾ അന്ന് സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങൾ തമ്മിലൊന്നും പറയുകയോ ഒന്നും ചെയ്ത കാര്യമല്ല. പക്ഷെ ഞാൻ സ്നാനപ്പെടുവാൻ പോകുന്നു എന്ന് അവര് കേട്ടു. അങ്ങനെ എൻ്റെ കൂടെ വന്നു. അവരെല്ലാം അവിടെ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. പിന്നീട് വലിയ ആത്മീയ പ്രവർത്തികൾ അവിടെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിക്കുന്നു. ഈ തോമസ് എന്ന് പറയുന്ന വ്യക്തി അന്യഭാഷ ആത്മാഭിഷേകം അന്യഭാഷയോടുകൂടെ പ്രാപിച്ചു സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു, വാര്യാപുരം ജോനാച്ചാന്റെ അയ്യന് അന്ന് അവിടെ ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ആ വ്യക്തി വന്ന് എന്നോട് ചോദിച്ചു, ഈ തോമാച്ചൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. മറ്റുള്ളവർ പറയുന്നത് അന്യഭാഷയാണെന്ന്, ചമ്മലൂട്ടിക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ തോമാച്ചൻ പ്രാപിച്ചത് അന്യഭാഷയാണെന്ന് എനിക്കത് വേണ്ട എന്ന് പറയുവാൻ തക്കവണ്ണവിടെയായിപ്പോൾ ഞാൻ ദൈവമുമ്പിൽ ഒരു വലിയ ദോഷമാണ് ചെയ്തത് ആ സമയത്ത്. എന്നാൽ അറിവില്ലായ്മയുടെ കാലമായതുകൊണ്ട് പിന്നത്തേതിൽ ദൈവം എനിക്കത് ക്ഷമിച്ചു തരുവാൻ തക്കവണ്ണം ഇടയായിക്കും. ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുവാൻ ഇടയായിക്കും. ദൈവമക്കളെ പ്രൈസലോ. അങ്ങനെ അവിടെ ഒരു വലിയ ആത്മപ്രവൃത്തി ഉണ്ടായി. എല്ലാവരും ചർച്ചില് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് സാറ്റർഡേയില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ എന്തിനാ ചർച്ചിലൊക്കെ പോകുന്നത്? ചർച്ചിലൊക്കെ പോയിട്ട് എന്നോ സാധിക്കാനാ? അതുകൊണ്ട് നമ്മളെ ദൈവം ഇത്രയും അനുഗ്രഹകരമായിട്ട് നടത്തിയ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും ഇവിടെ പറ്റുമല്ലോ എന്ന് ഞാൻ പറയുവാൻ. അവരെല്ലാം അതുപോലെ തന്നെ എഗ്രി ചെയ്തു. അന്ന് ഞങ്ങളോടുകൂടെ കസ്റ്റം ഓഫീസറായിട്ട് ചർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ഒരു ബെഞ്ചമിൻ, അതായത് ആ വ്യക്തിയും ഫാമിലിയും ഞങ്ങളുടെ കൂടെ വരികയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഏതായാലും എൻ്റെ കൂടെയുള്ള എല്ലാ വിശ്വാസികളും ഇൻക്ലൂഡിങ് ആ വീട്ടിലുള്ളവരും അവിടുത്തെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട്. അവിടുത്തെ സഹോദരൻ മരിച്ചുപോയി, എങ്കിലും ആ സിസ്റ്റർ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ദൈവമക്കളെ, ഇതെല്ലാം പറഞ്ഞിട്ട് സൺഡേ മോർണിംഗിൽ ഞാൻ വിചാരിച്ചു ഈ പള്ളിയിൽ പോകാതിരിക്കുന്നത് നല്ലതല്ലല്ലോ. ഇത്രയും നാൾ ഞാൻ ജനിച്ചു വളർന്ന ഈ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ പോയില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെറുതെ ഇവരെ ഒന്നും അറിയിക്കാതെ സൺഡേ ചർച്ചിൽ പോയി. ട്രെയിൻ കയറി ഞാൻ അവിടെ ചെന്നു. കരയില് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കയറി ആ റോഡിൽ നിന്ന് നോക്കി ഈ ചർച്ചിനെ നോക്കിയപ്പോ എന്റെ കണ്ണ് എല്ലാം തിമിരമാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊരു വലിയ ശവകുടീരമായിട്ട് എനിക്ക് തോന്നി. അല്ലാതെ അത് ആലയമാണെന്നോ അതല്ലെങ്കിൽ അതൊരു പള്ളിയാണെന്നോ ഒന്നുമല്ല. ഒരു ശവകുടീരം പോലെ ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചു. ചുരുക്കി പറഞ്ഞ ഞാൻ അവിടെ നിന്ന് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ മടങ്ങി വന്നു ഈ താമസിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവരെല്ലാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ലജ്ഞിതനായിപ്പോയി പോകുവാൻ തക്കവണ്ണം ഇടയായിക്കോളും. കാരണം ഞാൻ ഇവരോട് പറഞ്ഞു പള്ളി പോകണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോയത് എനിക്ക് ലജ്ഞ തോന്നുവാൻ തക്കവണ്ണം ഇടയായിക്കുന്നു. ദൈവത്തോട് ക്ഷമ ചോദിക്കുവാൻ ദൈവം ഇടയാക്കി. ദൈവമക്കളെ സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അങ്ങനെ എല്ലാവരും തട്ടിൽ പോകുന്നത് എല്ലാം നിർത്തി പ്രൈസലോ പിന്നെയും ഒരു ആത്മീയ കൂട്ടായ്മയിലേക്ക് ദൈവം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം പ്രൈസലോ
ദൈവം നൽകി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ അവിടെ വിട്ട് ഞാൻ ഡോക്യാർഡില് ഒരിടത്ത് അന്ന് ബാച്ചിലറാ അവിടെ താമസിക്കുവാനായിട്ട് പോയി. അവിടെ താമസിച്ചു. അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം പ്രാർത്ഥിച്ച് ഞാൻ 12 മണിയാകുമ്പോൾ റിക്കോളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് ഈ അന്യഭാഷയോടുകൂടിയുള്ള ആത്മാവിന്റെ അഭിഷേകം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പോഴത്തെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ഏലിയോ പറഞ്ഞത് തോമാച്ചിന് 3.5 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. നീ എന്തെയോ തോമാച്ചിന് കിട്ടിയത് അന്യഭാഷയാണെന്നെങ്കിൽ അത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പറഞ്ഞ ഞാൻ അവിടെ വെച്ച് ദൈവത്തോട് ക്ഷമയോദിച്ച് കരഞ്ഞ് ഞാൻ താമസിക്കുന്ന ഭവനത്തിൽ പോകുവാൻ തക്കവണ്ണം ഇടയായി. അതിന്റെ പിറ്റേ ദിവസം ഞാൻ അന്യഭാഷ പറയുവാൻ തുടങ്ങിയത് ഞാൻ രാവിലെ ഓഫീസിലോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ തുടങ്ങി അന്യഭാഷ പറഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ ചെന്ന് ഞാൻ തിരിച്ച് മടങ്ങി വീട്ടിൽ വരുന്നത് വരെ ഞാൻ അന്യഭാഷ പറയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. പ്രൈസലോ. ഞാൻ ഓഫീസിൽ കിട്ടുന്ന എന്നെ മാനേജർ വിളിക്കും. അപ്പം ഞാൻ മാനേജറോടെന്ന് പറയണം, എല്ലാവരും എന്നെ നോക്കുക. അപ്പം ട്രെയിനിൽ കയറി ബസ്സിൽ കയറി ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി അല്പം നടന്നാണ് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകേണ്ടത്. ഞാൻ അവിടെ ചെന്ന് എൻ്റെ ഓഫീസിൽ 2 പേര് വേറെ ഉണ്ട്, ഒരു ഗുജറാത്തി ഒരു മനുഷ്യനും ഒരു പട്ടരും. അപ്പൊ ഇവർ രണ്ടും ഉണ്ടെങ്കിൽ ഈ അന്യഭാഷ പറയുന്നത് നിർത്താൻ നോക്കിയിട്ട് എങ്ങും ഒരു കൺട്രോളും ഇല്ല. ഞാൻ അതുകൊണ്ട് വളരെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയുകയില്ല. ഞാനിത് നിർത്താൻ ശ്രമിച്ചാൽ ഒട്ടും നിൽക്കത്തില്ല. കണ്ടിന്യൂസ്ലി അത് സ്പീക്കിംഗ് ഇൻ ടങ്സ്. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഇവിടെ ആയിരിക്കുന്നത്, വൈ നോട്ട് ഐ ഗോ ബാക്ക് ഹോം എന്നൊക്കെ ചിന്തിച്ചു. ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ ഈ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2 പേരും അവിടെ ഇല്ല. അത് തന്നെയുമല്ല, ഞാൻ ഓഫീസിൽ ചെന്ന് എൻ്റെ മാനേജറെ ചെന്ന് നോക്കിയപ്പോൾ മാനേജർ ഒരു ബംഗാളിയാണ്, പുള്ളിക്കാരനും ആ വ്യക്തിയും അവിടെ ഇല്ല. ചുരുക്കി പറഞ്ഞിട്ട് അതിന്റെ ഈ 3 പേരും അവിടെ അന്ന് ഹോൾ ഡേ വന്നില്ല. അതൊരു വലിയ അത്ഭുതവും ഒരു അതിശയവും. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ വേറൊരു സംഭവം അവിടെ നടന്നു. ഞാൻ അവിടെ ചെന്ന് ഇരിക്കുന്ന സമയം മുതൽ മുകളിൽ ഉണ്ടായിരുന്ന ട്രാക്കിലൂടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ തള്ളപ്രാവ് കൊണ്ട് ഇരുത്തി. ഞാൻ ഇരിക്കുന്ന റൂമിന്റെ മുമ്പിൽ കൊണ്ട് ഇരുത്തി. അതിനുശേഷം ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റയൊക്കെ കൊണ്ട് കൊടുക്കാനായിട്ട് വരും. അതിനുശേഷം ഏകദേശം ചുരുക്കി അങ്ങ് പറയുക, 4 മണി ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഈ തള്ളപ്രാക്കൾ വന്നിട്ട് ഇതിനെ എടുത്തുകൊണ്ട് പറപ്പിച്ചുകൊണ്ടാണ് പോകുവാൻ തക്കവണ്ണ വഴിയായിത്തീർന്നു. അന്ന് എന്നെ മനസ്സിലാക്കി ദൈവത്തിന്റെ ആത്മാവ്, ഇതുപോലെ ഞാൻ നിന്നെ എന്റെ ചിറകുകളിൽ വഹിക്കും എന്ന്. പ്രൈസലോ. അങ്ങനെ ആ അത്ഭുതകരമായ പ്രവൃത്തി ദൈവം എന്റെ മുമ്പിൽ കൊണ്ടുവന്ന ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. അതും എന്റെ ഓരോ ജീവിതത്തിലെ വിഷയങ്ങൾ എന്ന് പറയുന്നത് അത് ദൈവികമായി ജീവിക്കുക എന്നുള്ളതായിരുന്നു. പ്രൈസലോ. മറ്റൊന്നും എനിക്ക് ഒരു വലിയ വിഷയമായിരുന്നില്ല. ജോലി ചെയ്യുന്നൊക്കെ ഉണ്ട്, അതൊക്കെ കാര്യമാണെങ്കിലും എല്ലാവരോടും സുവിശേഷം പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹവും എൻ്റെ തീഷ്ണതയും. പ്രൈസലോ. അതുപോലെ തന്നെ ഞാൻ ഈ തോമസ് ബ്രദറുമായിട്ട് ഞാൻ അഫ്റ്റവാലി ബിൽഡിങ്ങിൽ സാന്താക്രൂസിൽ താമസിക്കുന്ന സമയത്ത് സ്ഥാനപ്പെട്ടു ഓടുവാനും അവിടെ വലിയ ആരാധനയൊക്കെ നടക്കുവാനും തക്കവണ്ണം ഇടയായി. എന്നാൽ അവിടെ ഉണ്ടായ ഒരു സംഭവം കാരണം വിഷയം നിമിത്തം ഞാൻ അവരെ വിട്ടുപോകുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. അന്ന് പ്രൈസലോ എനിക്ക് താമസിക്കുന്നതിനൊരു സ്ഥലമില്ല പിന്നെയും. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം വലിയ റോഡിൽ ചെന്ന് ഒരു ന്യൂസ് പേപ്പർ വാങ്ങിച്ച് അത് നോക്കിയപ്പോൾ ഒരാള് ഒരു ജോലിക്ക് വേണ്ടി പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി ടെലിഫോൺ നമ്പർ എല്ലാം വെച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വ്യക്തിയെ വിളിച്ച് ചുരുക്കി പറഞ്ഞാല് ആ വ്യക്തി ഒരു പാഴ്സിയാണ്. പാഴ്സി മനുഷ്യരെ ഞാൻ മുംബൈക്ക് തന്നെ കാണുന്ന 2 പേരെ എൻ്റെ ജീവിതത്തില്. അതൊക്കെ പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആ വ്യക്തിയെ വിളിച്ചു.
വിളിച്ചു. ആ വ്യക്തി എന്നോട് പറഞ്ഞു കം ഇമ്മീഡിയറ്റ്ലി വരാനായിട്ട് പറഞ്ഞു. ഞാൻ ചെന്നു, എന്നെ ഹയർ ചെയ്തു. അതിനുശേഷം ആ വ്യക്തി അന്ന് ഇന്ദിരാഗാന്ധിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ റിസർച്ചിന്റെ ഒക്കെ ഡയറക്ടറാണ് പുള്ളി. തനിയുമല്ല, ഈ UN ഒരു വലിയ ഒരു മെമ്പറാണ്, BH മേത്ത. തന്റെ വൈഫും ഒരു ഡോക്ടറാണ്. ഞാൻ താമസിക്കുന്ന വീട്ടില് ഞാൻ ചെന്നു, എന്നെ ഇന്റർവ്യൂ ചെയ്തു, എന്നെ ഹയർ ചെയ്തു. ഒരു കണ്ടീഷൻ, ഞാൻ ആ വീട്ടിൽ താമസിക്കണമെന്നുള്ളതാണ്. 3 നിലയിലുള്ള ഒരു വീടാണ്, ഇംഗ്ലീഷുകാർ പണിതിട്ടുള്ള വീടാണ്. അതായത് കടലിന്റെ ഏകദേശം അടുത്ത നിൽക്കുന്ന ഒരു വീടാണ്. ഞാൻ അവിടെ താമസിക്കാമെന്ന് എഗ്രി ചെയ്തു. അങ്ങനെ ഞാൻ മറ്റവരുമായിട്ടുള്ള കണക്ഷൻ വിട്ട് ഞാൻ ഈ വീട്ടിൽ വരുവാൻ തക്കവണ്ണം ഇടയായി. ആ വ്യക്തിയുമായിട്ട് വലിയ സംസാരങ്ങൾ ഉണ്ടാകുവാൻ പിന്നീട് ഇടയായി. കർത്താവിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം, ആ വ്യക്തിയോട് പറയുവാൻ തക്കവണ്ണം ഇടയായി. ആ വ്യക്തി എന്നോട് പറഞ്ഞു, പ്രൈസലോ, അതായത് ഞങ്ങള് തീയെയും വെള്ളത്തെയും ഈ തണ്ടറിനെയും ഒക്കെ സൂര്യനെയും ഒക്കെ ആരാധിക്കുന്നവരാണ്. പ്രൈസലോ, അതുപോലെ അവരുടെ ശരീരം അവർ മരിച്ചാൽ പോലും അവർ കഴുകാനാണ് കൊടുക്കുന്നത്. അവരെ അടക്കം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പ്രൈസലോ, ഇങ്ങനെയൊക്കെ പറയാനുണ്ടായാൽ. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഒരു ദൈവമാണെന്നൊക്കെ പറയുന്നല്ലോ, എന്നാൽ നിങ്ങൾ ദൈവവൈതലാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട്. എനിക്ക് 300 acres സ്ഥലമുണ്ട്, എന്നെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു വലിയ ജഡ്ജിയാണ്. നിങ്ങൾക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അവരുടെ വസ്തുവിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് UP നിന്ന് 10-20 പേരെ കൊണ്ടുവന്ന് ഡൈ ഉണ്ടാക്കി, ദൈവങ്ങളെ ഉണ്ടാക്കി, ഇംഗ്ലണ്ടിൽ നിന്ന് ഡൈ കൊണ്ടുവന്ന് അതെല്ലാം വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും ഒക്കെ പൂശി അത് വടക്കേ ഇന്ത്യയിൽ അയച്ച് കാശുണ്ടാക്കുന്ന ഒരു പരിപാടി വ്യക്തിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെയോട് പറഞ്ഞു, അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ദൈവത്തെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങളും ഇതുപോലെ ആയിപ്പോകും എന്ന് പറയുവാൻ തക്ക ഉണ്ടായി. ദൈവമക്കളെ, അങ്ങനെ അവിടെ വലിയ തർക്കമൊക്കെ ഉണ്ടായി. അത് ഏകദേശം 1 വർഷത്തോളം എടുത്തു ഞങ്ങൾ തമ്മിലുള്ള ഈ തർക്കത്തിന് വിഷയം. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ദൈവം ജീവിക്കുന്നു എന്നുള്ളതിന് പിന്നെ എന്താണ് എനിക്ക് പ്രൂവ് കഴിയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു 3 ദിവസം മുമ്പ് പറഞ്ഞു. അങ്ങനെ 3-ാമത്തെ ദിവസമായപ്പോൾ ആണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായ എർത്ത് അറിയാമല്ലോ. ആ എർത്ത് ഈ വീട് വിളിക്കുന്നത് 7 തൂണയിലാണ്. അതില് 3 തൂണ് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അത് പിന്നെ ടിൽറ്റായി പോയി. അങ്ങനെ വന്നു. തന്നെയുമല്ല, ഈ വീട് കുലുങ്ങിയ സമയത്ത് എന്ത് സംഭവിച്ചു, ഇവര് ഇറങ്ങി എല്ലാവരും ഭയന്ന് ഓടിപ്പോയി. എന്നിട്ട് അല്പം നേരം വെളുക്കാറായപ്പോഴത്തേക്ക് ഒരാളിനെ പറഞ്ഞു വെച്ചു എന്നെ തിരക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു അറിയുവാൻ. വന്ന് എന്റെ ഡോറിൽ നോക്കി ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, ഇവിടെ നടന്നൊന്നും അറിയത്തില്ലയോ? ഞാൻ പറഞ്ഞു, ഒന്നും അറിയത്തില്ല. പ്രൈസലോ, അതായത് ഞാൻ തലേ ദിവസം എയർപോർട്ടിൽ പോയി, ഞാനും ഇവിടെ ചിക്കാഗോയിലുള്ള ഒരു ഒരു സഹോദരനുമായിട്ട് ഞങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിച്ച് വെളുപ്പായപ്പോഴാണ് ഞങ്ങൾ വന്നത്. ഞാൻ അവിടെ വന്നത്. അവിടെ വന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഞാനിതൊന്നും അറിഞ്ഞില്ല. പ്രൈസലോ, ദൈവമക്കളെ, അതേസമയം ഡോക്ടറും വൈഫും കൂടെയുള്ളവരെല്ലാം ഭയന്ന് ഓടുവാൻ തക്കവണ്ണം ഇടയായി. ഈ വീടിന്റെ 3 തൂണിന് ഡാമേജ് ഉണ്ടായി പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ഇത് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം ഇയാൾ എന്നെ രാവിലെ വിളിച്ചു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, അന്ന് MAക്ക് പൂനായി കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കേണ്ട പ്രക്രിയ ഞാനതെല്ലാം ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കൂടിനകത്തിട്ട് എല്ലാം ആ വ്യക്തിയുടെ കൊടുത്ത. പക്ഷേ ഭയം കൊണ്ട് ഈ വ്യക്തിക്ക് പനിയായി, അങ്ങനെ പോകുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. പ്രൊഫസറോ ചുരുക്കി പറഞ്ഞ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവവൈതലാണെങ്കിൽ എന്റെ വീടിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് എന്നോട് ചോദിക്കുവാൻ തക്കവണ്ണോടെ ഞാൻ പറഞ്ഞു, 3 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞില്ലേ പ്രൈസലോ, നിങ്ങളുടെ ദൈവം ജീവിക്കുന്നു എന്നുള്ളതെന്നോട് പ്രൂഫ് തരണമെന്ന് പറഞ്ഞില്ലയോ? ഞാൻ പറഞ്ഞില്ലേ 3 ദിവസം എനിക്കിതാ, ഞാൻ അതിന് മുമ്പ് മറുപടി പറയാമെന്ന്. പ്രൈസലോ, അപ്പൊ എന്റെ ദൈവം ഈ തണ്ടർ കൊണ്ടോ ഭൂമി കുലുക്കം കൊണ്ടോ അല്ലെങ്കിൽ മഴ കൊണ്ടോ ഒന്നും എന്റെ ദൈവം എന്നെ നശിപ്പിക്കുന്ന ഒരു ദൈവമല്ല. എന്റെ ദൈവം ജീവിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ളത് നിങ്ങളോട് പറയുവാനാണ് ഈ സംഭവം എല്ലാം ഉണ്ടായ ഒരു ഭാഗികമായിട്ട് ഒന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ എവിടെ ആയിരുന്നാലും എന്ത് ചെയ്യണം?
കർത്താവിന് വേണ്ടി ജീവിക്കണം. എവിടെയും കർത്താവിനെ എന്നെ സാക്ഷീകരിക്കേണ്ടവരാ ഭയം കൂടാതെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നവരായി തീരണം. ദൈവമക്കളെ, ഇതുപോലെ അനേക വിഷയങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ദൈവം നമ്മോട് കൂടെ ഇരുന്ന് ദൈവത്തിന്റെ വേല ചെയ്യും. സമയം പോയതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. വേറെ ഏതെങ്കിലും സമയം ദൈവം അനുവദിച്ചാൽ നമുക്ക് പറയാം. ഹല്ലേലൂയ. ദൈവം നല്ല ദൈവമാണ്. ഹല്ലേലൂയ. ഉറച്ചു വിശ്വസിക്കുക. വിളിച്ചവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിത്യതയിൽ നമ്മെ കൊണ്ടെത്തിക്കും. ആ നിത്യത നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. നിത്യതയെ കുറിച്ചുള്ള സന്തോഷം ഇല്ലാത്തവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അവന്റെ മുമ്പിൽ നാം അവനാൽ ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങളായി തീരാം. നമ്മുടെ ദൈവത്തിന്റെ മനുഷ്യനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ വർഷിക്കുന്നു. ആത്മാവിനാൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രയും സമയം തന്ന ദൈവമക്കളോടും കർത്താവിന്റെ ദാസനോടും എല്ലാം ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന. നല്ല ദൈവം, നന്ദിയോട് അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങള് കേട്ടത് അതിനെ അധികം ശ്രദ്ധയോടെ ഞങ്ങളുടെ ജീവിതത്തിൽ കരുതിക്കൊള്ളുവാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഓർത്ത് ഉറച്ച് ജീവിപ്പാൻ ഞങ്ങളെ എല്ലാം ഓർന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പിറകോട്ട് വലിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന ശക്തികളൊക്കെ ഉണ്ട് എങ്കിലും ദൈവമേ, നീ അവിടുന്ന് ഞങ്ങൾക്ക് മുമ്പായി ബലമുള്ള ദൈവമായി ഹല്ലേലൂയ ദൈവവീരനായി ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാ കാലത്തും എല്ലാ സാഹചര്യങ്ങളുടെ നടുവിലും നിന്നിൽ അടിയുറച്ച് വിശ്വസിപ്പാൻ, നിന്നെ ഹല്ലേലൂയ കടന്ന് സ്നേഹിക്കുവാൻ ഇതൊക്കെ വന്നു ഞങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആവേ നന്ദിയോടെ സ്തോത്രം. കേൾക്കപ്പെടുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിച്ച് സഹായിക്കണമേ കർത്താവേ. ഓ ക്രിസ്തുയേശുവിൽ ഉള്ള അവരുടെ പ്രയത്നം ഒന്നും വ്യർത്ഥമല്ല എന്ന് അവർ തിരിച്ചറിയുവാൻ എല്ലാം സഹായിക്കണമേ. രാത്രി കാലങ്ങളിൽ കരയുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമേ, സമയം നോക്കാതെ ദൈവമേ പ്രാർത്ഥിക്കുന്നു. ഓ നിന്റെ ജനത്തെ എല്ലാം അവർ അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രവർത്തിച്ചോ ദൈവത്തിൻ്റെതായി ഹല്ലേലൂയ മറ്റുള്ള അനേകരെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെയല്ല കർത്താവേ നിന്നെ അറിയുവാൻ തക്കവണ്ണം അവർ ഇടയാക്കിപ്പിക്കുമാറ് ഞങ്ങളെ ഒന്നുകൂടെ ഒന്ന് ശുദ്ധീകരിക്കണം. ഒന്നുകൂടെ ഞങ്ങളെ കഴുകണം. നിന്റെ ബലം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. നിന്റെ ആത്മാശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്തവരായി ജീവിക്കുന്ന അനേകരുണ്ട്. ആ അഭിഷേകം പ്രാപിക്കാത്തവർ അനേകരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ അഭിഷേകം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവമേ ആത്മശക്തി കൊണ്ട് നിറയപ്പെടാൻ തക്കവണ്ണം ഈ അന്ധകാര അനുഭവങ്ങളുടെ നടുവില് ജ്യോതിഷികളെ പോലെ പ്രകാശിപ്പാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാവരെയും സഹായിക്കാത്ത കർത്താവേ. അടിയിലെയും അവിടുന്ന് സഹായിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നുകൂടെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കും, അനുഗ്രഹിക്കും, സഹായിക്കും. ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തും. ഞങ്ങളെ നിത്യതയ്ക്കായി ഒരുക്കും. ആരും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകാതെ ഞങ്ങളെ കാക്കും. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.